നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് സാഗർ. കസ്റ്റംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കസ്റ്റംസിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ തീർത്തു. സെക്കൻഡ് ചാപ്റ്റർ അങ്ങോട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? എന്തായിരുന്നു സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത്? നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അതൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് ഇന്നത്തെ ടോപ്പിക്ക് ബാക്കി സംഭവങ്ങളിലേക്ക് പഠിക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ തുടങ്ങിയത് ടൈപ്സ് ഓഫ് ഡ്യൂട്ടീസ് അല്ലേ? പല തരത്തിലുള്ള ഡ്യൂട്ടീസ് ഉണ്ടെന്ന്. ഏതൊക്കെയാണത്? ഒന്ന് ഇമ്പോർട്ട് ഡ്യൂട്ടിയും ഒന്ന് എക്സ്പോർട്ട് ഡ്യൂട്ടിയും. ഒന്ന് ഇമ്പോർട്ട് ഡ്യൂട്ടിയും ഒന്ന് എക്സ്പോർട്ട് ഡ്യൂട്ടിയും. ഓക്കെ, അതിൽ ഇമ്പോർട്ട് ഡ്യൂട്ടീസ് നമുക്കൊരു 8 വെറൈറ്റി പഠിക്കാനുണ്ട് അല്ലേ? 8 ടൈപ്സ് ഓഫ് ഇമ്പോർട്ട് ഡ്യൂട്ടീസ് നമുക്ക് പഠിക്കാനുണ്ട്. ആ 8 നമ്മൾ പഠിക്കൂലേ? നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു 3-4 പഠിച്ചില്ലേ? നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, ഇനി അതിൻ്റെ റേറ്റ് പറഞ്ഞിരിക്കുന്ന ഷെഡ്യൂൾ 1 ആണ്. അത് കസ്റ്റംസ് ടാരിഫ് ആക്ടിലാണ്. ഇനി എക്സ്പോർട്ട് ഡ്യൂട്ടിയെ നമ്മൾ എക്സംഷണൽ കേസ് എന്ന് പറയും. എന്തിൻ്റെ എക്സംഷണൽ കേസ്? നമ്മുടെ കസ്റ്റംസ് ആക്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഡെസ്റ്റിനേഷൻ പ്രിൻസിപ്പിൾ. എല്ലാ ടൈപ്പ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സേഷൻസും ഡെസ്റ്റിനേഷൻ പ്രിൻസിപ്പിൾ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ആ ഡെസ്റ്റിനേഷൻ പ്രിൻസിപ്പിളിനെ ഒരു എക്സംപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനൊന്ന് വയലേറ്റ് ചെയ്യുന്ന സാധനമാണ് എന്തെന്ന് പറയുന്നത്? എക്സ്പോർട്ട് ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ആ എക്സ്പോർട്ട് ഡ്യൂട്ടീസ് ഏകദേശം ഒരു 18 പ്രൊഡക്റ്റുകൾക്കുണ്ട്. ഓരോ പ്രൊഡക്റ്റുകൾക്കും വ്യത്യസ്തപരമായിട്ടുള്ള എക്സ്പോർട്ട് ഡ്യൂട്ടീസാണ് നമ്മുടെ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ പഠിക്കാനൊന്നുമില്ല. ടെക്സ്റ്റിൽ 2-3 റേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ അതിൽ വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. നമുക്ക് പഠിക്കാനുള്ള സാധനം എന്താണ്? ഈ 8 ടൈപ്സ് ഓഫ് ഡ്യൂട്ടീസ്. ഓക്കെ അല്ലേടാ? പിന്നെ നമ്മളൊരു MCQ പോയിന്റ് പഠിച്ചു. 100 രൂപയിൽ താഴെയാണ് നമ്മുടെ ഡ്യൂട്ടി എങ്കിൽ നമ്മൾ പേ ചെയ്യേണ്ട. എക്സ്പോർട്ട് ഡ്യൂട്ടി ഇമ്പോർട്ട് ഡ്യൂട്ടിയും 100 രൂപയിൽ താഴെയാണെങ്കിൽ അല്ലെങ്കിൽ 100 രൂപയാണെങ്കിൽ നമുക്ക് പേ ചെയ്യേണ്ട. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ കസ്റ്റംസ് ആക്ട് എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ ടാക്സ് സിസ്റ്റം അല്ലേ? ഇൻ്റർനാഷണലി ഉള്ള സാധനമല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അപ്പെക്സ് ബോഡി അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളുടെയും കാര്യങ്ങളൊക്കെ ഒന്ന് ഫൈനലൈസ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ കാണും അല്ലേ? ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കാണും അല്ലേ? നമുക്ക് നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടൻസിൻ്റെയും അതുപോലെ നമ്മുടെ കമ്പനി സെക്രട്ടറിയുടെയൊക്കെ നമ്മുടെ അപ്പെക്സ് ബോഡി ഇല്ലേ? അതുപോലെ ഇതിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ കിങ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിളിച്ചു. ആരെയാണ്? WTO. ഓർമ്മയുണ്ടോ? WTO നമ്മളതിനെ കിങ് എന്ന് വിളിച്ചു. ഓക്കെ, ഇനി 8 ആദ്യത്തെ സാധനം ഏതാണ്? ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി. 8 ആദ്യത്തെ ഏതാണ്? ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി. എന്താണ് ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത്? അതായത് ബേസിക്കലി നമ്മൾ ഏതെങ്കിലും ഒരു ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ബേസിക് ടാക്സ് ആയിട്ട് മേടിക്കുന്നത് അല്ലെങ്കിൽ ബേസിക് ഡ്യൂട്ടി ആയിട്ട് നമ്മൾ പേ ചെയ്യേണ്ട സാധനമാണ് എന്തെന്ന് പറയുന്നത്? ബേസിക് കസ്റ്റം ഡ്യൂട്ടി എന്ന് പറയുന്നത്. അത് 2 റേറ്റിലാണുള്ളത് അല്ലേ? ഒന്ന് സ്റ്റാൻഡേർഡ് റേറ്റും ഒന്ന് പ്രിഫറൻഷ്യൽ റേറ്റും. സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ നോർമൽ റേറ്റ്, ജനറൽ റേറ്റ് എന്നൊക്കെ നമുക്ക് അതിനെ വിളിക്കാം. പ്രിഫറൻഷ്യൽ റേറ്റ് എന്ന് പറഞ്ഞാലോ നമ്മുടെ മോസ്റ്റ് ഫേവേർഡ് നേഷനിൽ നിന്നാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ, അങ്ങനെ മോസ്റ്റ് ഫേവേർഡ് നേഷൻ എന്ന് നമ്മുടെ ഗവൺമെൻറ് അതിനെ നോട്ടിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ ക്ലെയിം ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു കുറഞ്ഞ റേറ്റിൽ, അതായത് പ്രിഫറൻഷ്യൽ റേറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ബേസിക് കസ്റ്റം ഡ്യൂട്ടി പേ ചെയ്യാം. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ബേസിക് കസ്റ്റം ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ബേസിക് കസ്റ്റം ഡ്യൂട്ടിയിൽ ഒരു ലൈൻ ഉണ്ട്. ആരാണ് ബേസിക് കസ്റ്റം ഡ്യൂട്ടിയുടെ ലൈൻ? നമ്മുടെ സോഷ്യൽ വെൽഫെയർ സർചാർജ്. ബേസിക് കസ്റ്റം ഡ്യൂട്ടി എവിടെ വരുമോ അപ്പോൾ തന്നെ നമ്മൾ സോഷ്യൽ വെൽഫെയർ സർചാർജിനെ പറ്റി ഓർക്കണം. അങ്ങനെയാണെങ്കിൽ സോഷ്യൽ വെൽഫെയർ സർചാർജിനെ പറ്റി പറയാം. എന്താണ്? ബേസിക് കസ്റ്റം ഡ്യൂട്ടിയുടെ 10% ആണ് സോഷ്യൽ വെൽഫെയർ സർചാർജ് അല്ലേ? ബേസിക് കസ്റ്റം ഡ്യൂട്ടിയുടെ 10% ആണ് സോഷ്യൽ വെൽഫെയർ സർചാർജ്. ഈ സോഷ്യൽ വെൽഫെയർ സർചാർജ് വന്ന ഡേറ്റ് എന്നാണ്? 2 ഫെബ്രുവരി 2018. അതിന് മുമ്പ് എന്തായിരുന്നു നമ്മുടെ കയ്യിലുള്ള? ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ സെസ് ഒക്കെ ഇല്ലേ? അതൊക്കെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതിനെയൊക്കെ എലിമിനേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ സോഷ്യൽ വെൽഫെയർ സർചാർജ് 2 ഫെബ്രുവരി 2018 വന്നത്. ഓക്കെ അല്ലേ? അത് 10% ഓഫ് നമ്മുടെ ബേസിക് കസ്റ്റം ഡ്യൂട്ടി അല്ലെങ്കിൽ ടോട്ടൽ സംഭവമായിരിക്കും. എക്സ്ക്ലൂഡിങ് സർട്ടൺ ടാക്സസ്, എക്സ്ക്ലൂഡിങ് സർട്ടൺ ഡ്യൂട്ടീസ് അല്ലേ? നമ്മുടെ ടോട്ടൽ കസ്റ്റംസ് ഡ്യൂട്ടി എക്സ്ക്ലൂഡിങ് സർട്ടൺ ഡ്യൂട്ടീസ്. ഏതൊക്കെയാണ് എക്സ്ക്ലൂഡ് ചെയ്യുന്ന? 5 ഡ്യൂട്ടീസ് ഉണ്ട്. അതിന് നമ്മൾ 3 എഴുതി വെച്ച്. ഏതൊക്കെയാണ്? ആദ്യത്തെ ലൈൻ, ആദ്യത്തെ പേരാണ് സേഫ് ഗാർഡ് ഡ്യൂട്ടിയും ആൻറ്റി ഡംപിങ് ഡ്യൂട്ടിയും. രണ്ടാമത്തത് CVD ഓൺ സബ്സിഡൈസ്ഡ് ആർട്ടിക്കിൾ. അത് നമ്മൾ പഠിച്ചില്ല, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാം. അടുത്ത വേറൊരു CVD നമ്മൾ പഠിച്ചു, കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി. ഒരു സബ്സെക്ഷൻ 2 നമ്മൾ പഠിച്ചു. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ഓക്കെ, അടുത്ത IGST കോമ്പൻസേഷൻ, GST കോമ്പൻസേഷൻ സെസ്. ഓക്കെ അല്ലേടാ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇനി നമ്മൾ പറഞ്ഞ എന്താണ്? നമ്മുടെ സോഷ്യൽ വെൽഫെയർ സർചാർജ് ഗോൾഡ്, സിൽവർ അങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ ആണെങ്കിൽ 3% ആയിരിക്കും. ഓക്കെ അല്ലേ? എക്സ്പോർട്ട് ഡ്യൂട്ടിക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തില്ല? സോഷ്യൽ വെൽഫെയർ സർചാർജ് എന്ന് പറയുന്നൊരു സാധനമേ ഇല്ല. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി അല്ലെങ്കിൽ സ്പെഷ്യൽ അഡീഷണൽ ഡ്യൂട്ടി 3 സബ്സെക്ഷൻ 1ഉം 3 സബ്സെക്ഷൻ 5ഉം. ഇത് വന്ന എങ്ങനെയാണ് നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടോ? അതായത് നമ്മുടെ നോർമലി നമ്മുടെ ഡൊമസ്റ്റിക് ഗുഡ്സിൻ്റെ വാറ്റും എക്സൈസ് ഡ്യൂട്ടിയൊക്കെ ഉള്ള സമയത്ത് നമ്മുടെ ഗുഡ്സിൻ്റെ വില കൂടും. അങ്ങനെയാണെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഗുഡ്സിൻ്റെ വില കുറയും. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഡിഫറൻസ്, ആ ഒരു ഏറ്റക്കുറച്ചിൽ മാറ്റാൻ വേണ്ടി നമ്മുടെ ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്ന ഡ്യൂട്ടിയുടെ പേരാണ് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി അണ്ടർ സെക്ഷൻ 3 സബ്സെക്ഷൻ 1 എക്സൈസിനെ മാറ്റാൻ വേണ്ടിയിട്ടും കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി അണ്ടർ സെക്ഷൻ 3 സബ്സെക്ഷൻ 5 അല്ലെങ്കിൽ സ്പെഷ്യൽ അഡീഷണൽ ഡ്യൂട്ടി എന്ന് നമ്മൾ അതിനെ വിളിക്കാറുണ്ട്. എന്ത് മാറ്റാൻ വേണ്ടിയിട്ട്? വാറ്റിൻ്റെ എഫക്റ്റ് മാറ്റാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ സെയിം ഒരു കാര്യം കൂടെ നമ്മൾ പഠിച്ചു. IGST
IGST അല്ലേ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ് പറയാൻ. കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഡൊമസ്റ്റിക് ഗുഡ്സിന് നമ്മൾ ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു സാധനമാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്മാർട്ട് ഫോൺ. ആ സ്മാർട്ട് ഫോൺ നമ്മൾ പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു രാജ്യം, അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാണ്. ഓക്കെ അല്ലേ, നമ്മൾ ഡൊമസ്റ്റിക് നമ്മുടെ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന സ്മാർട്ട് ഫോൺ സെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു 20% GST പേ ചെയ്യും. എക്സാമ്പിളാണ് 20% GST പേ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റൂൾ പറയുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു ആർട്ടിക്കിൾ ഇന്ത്യക്ക് പുറത്തു നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതേ സെയിം ആർട്ടിക്കിളിന് അല്ലേ, ലൈക്ക് ആർട്ടിക്കിൾസ്, അതേ സെയിം ആർട്ടിക്കിളിന് ഇന്ത്യയിൽ സെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും GST ആക്ടിൽ പ്രകാരം പേ ചെയ്യുന്നുണ്ടെങ്കിൽ അതേ റേറ്റിന് നമ്മൾ എന്ത് ചെയ്യണം? ആ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനത്തിനും എന്ത് പേ ചെയ്തിരിക്കണം? GST പേ ചെയ്തിരിക്കണം. ഓർമ്മയുണ്ടോ? ആ GST കാൽക്കുലേറ്റ് ചെയ്യുന്ന എങ്ങനെ? സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് എന്ത്? അസബിൾ വാല്യൂ, ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി. അസബിൾ വാല്യൂൻ്റെ ലൈനാണ് ബേസിക് കസ്റ്റം ഡ്യൂട്ടി. സോറി ബേസിക് കസ്റ്റം ഡ്യൂട്ടി ലൈനാണ് എന്ത്? സോഷ്യൽ വെൽഫെയർ സർചാർജ്. അപ്പോൾ അതിനെ രണ്ടിനെ നമ്മൾ എടുത്തു. ഇനി അടുത്ത 2 ലൈൻ ആരൊക്കെയാണ്? ADD, പിന്നെ നമ്മുടെ ആൻറ്റി ഡംപിങ് ഡ്യൂട്ടിയും സേഫ് ഗാർഡ് ഡ്യൂട്ടിയും. ഈ ആൻറ്റി ഡംപിങ് ഡ്യൂട്ടിയും സേഫ് ഗാർഡ് ഡ്യൂട്ടിയൊക്കെ നമ്മൾ ഇന്ന് പഠിച്ചിട്ട് ഈ ചാപ്റ്റർ ഇന്ന് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യും. നമ്മുടെ ടെക്സ്റ്റിനകത്ത് ഒരു 3 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്തില്ലടാ. ഇനി അല്ലാതെ ഒരു 3 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ 2 നമ്മൾ ചെയ്യും, ഒരെണ്ണം നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. നമ്മൾ ഇന്ന് പഠിക്കുന്ന പ്രൊഫഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന 2 ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നമുക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ GST കോമ്പൻസേഷൻ സെസ് എന്താണെന്ന് പറഞ്ഞ്, എന്താണ് ഹയർ എൻഡ് പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ ഡീമെറിറ്റ് പ്രൊഡക്ട്സ് എന്നൊക്കെ വിളിക്കുന്ന നല്ല ലക്ഷറി പ്രൊഡക്ട്സ് ഒക്കെ ഇല്ലേ, അതിന് മേൽ നമ്മൾ ചുമത്തുന്ന എന്ത് ഒരു അഡീഷണൽ ടാക്സ് അല്ലെങ്കിൽ അഡീഷണൽ ഡ്യൂട്ടിയാണെന്ന് പറയുന്നത് GST കോമ്പൻസേഷൻ സെസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇത് ഏതിൻ്റെ മേലാണോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിൻ്റെ സർട്ടൻ പെർസെൻറ്റേജ് അതേ സെയിം സാധനം ആയിരിക്കും എന്ത്? GST കോമ്പൻസേഷൻ സെസ്. അതായത് ഇതേ സെയിം സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് അസബിൾ വാല്യൂ, ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി പ്ലസ് നമ്മുടെ സോഷ്യൽ വെൽഫെയർ സർചാർജ്, ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി ആൻഡ് നമ്മുടെ സേഫ് ഗാർഡ് ഡ്യൂട്ടി. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത്, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. 2 ക്വസ്റ്റ്യനും ചെയ്തു. പ്രശ്നമൊന്നുമില്ലല്ലോ. ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഏതൊക്കെയാണ്? 8 എണ്ണം പഠിക്കാനുള്ളതിൽ നമ്മൾ എത്ര എണ്ണം പഠിച്ചു? 1, 2, 3, 4 എണ്ണം പഠിച്ചു. ഇനി നമുക്കൊരു 4 എണ്ണം പഠിക്കാനുണ്ട്. ഓക്കെ അല്ലേ? 4 അല്ല, ഞാൻ പറയുന്ന ഒരു 5 എണ്ണം പഠിക്കാനുണ്ട്. എത്ര എണ്ണം പഠിക്കാനുണ്ട്? ഒരു 5 എണ്ണം. നമുക്കത് പഠിക്കാം. അത് പഠിച്ചിട്ട് ആ 2 ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് തീർത്തിട്ട് നമുക്ക് ഈ ചാപ്റ്റർ ഒന്ന് ക്ലോസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം അടുത്ത ചാപ്റ്റർ ഓപ്പൺ ചെയ്യാം. ഓക്കെ അല്ലേ? പ്രശ്നമില്ലല്ലോ. അപ്പോൾ എല്ലാവരും മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക, ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരിക്കുക. നമുക്ക് ആ പാഠങ്ങളൊക്കെ പഠിക്കാം. ഇതാണ്ടാവുന്ന എക്സാമ്പിൾ നോക്കിയോ. അതായത് ഞാൻ ഈ പറയുന്ന പാർട്ടുകളിൽ മാത്രം നോക്കിയാൽ മതി. വേറെ താഴെ നോക്കണം, ഞാൻ പറയുന്നത് മാത്രം നോക്കിയാൽ മതി. നോക്കി, നമ്മുടെ ഇന്ത്യയിൽ ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നത് 100 രൂപീസിനാണ്. ഓക്കെ അല്ലേ? ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നത് 100 രൂപീസിനാണ്. ഇതിനകത്ത് ടാക്സും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ആണ്. GST ഉണ്ടെങ്കിൽ അതും കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതേ പ്രോഡക്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു പുറത്തുനിന്നുള്ള രാജ്യത്ത് നമ്മൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ നമ്മൾ കുറേ കൗണ്ടർ വീലിംഗ് ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓർമ്മയുണ്ടോ? കൗണ്ടർ വീലിംഗ് ഡ്യൂട്ടി, സ്പെഷ്യൽ അഡീഷണൽ ഡ്യൂട്ടി, ആ 2 ഐറ്റംസ് ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ വില നമ്മൾ 100 ആക്കും. ഇതുവരെ നമ്മൾ പഠിച്ചത് വെച്ചിട്ട് 100 ആക്കും. ഓക്കെ, 100 ആക്കി. അങ്ങനെയാണെങ്കിൽ നോക്കി, നമ്മുടെ ജപ്പാനിൽ നമ്മളൊരു സാധനം ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറേ കൗണ്ടർ വീലിംഗ് ഡ്യൂട്ടിയും കാര്യങ്ങളെല്ലാം കൊടുത്തപ്പോൾ അതിൻ്റെ വില 100 ആയി. അതിൻ്റെ വില എന്തായി? 100 ആയിട്ട് മാറി. അപ്പോൾ ആ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ജപ്പാൻ ഗവൺമെൻറ് പറയാണ്, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇന്ത്യയിൽ ഈ സാധനം വിറ്റോ, അതിൻ്റെ പകുതി പൈസ ഞങ്ങൾ തന്നോളാം. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാം നമ്മൾ കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടിയും കാര്യങ്ങളും എല്ലാം എടുത്തപ്പോൾ 100 രൂപയായി. ആ 100 രൂപയിൽ നിന്ന് 50 രൂപ ആര് തരും? ഗവൺമെൻറ് സബ്സിഡി ആയിട്ട് ജപ്പാൻ തന്നു. ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി ആയിട്ട് ജപ്പാൻ തന്നപ്പോൾ അവർക്ക് ഈ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കാൻ പറ്റും? 50 രൂപയ്ക്ക് വിൽക്കാൻ പറ്റും. നേരത്തെ വന്ന അതേ പ്രശ്നം വന്നില്ലേ? നേരത്തെ നമ്മൾ ടാക്സിൻ്റെ ഇവിടെ കുറേ ടാക്സ് ഇടുന്നുണ്ട്, ഇവിടെ ആ ടാക്സ് ഇല്ലാത്തതുകൊണ്ട് വിലയിൽ വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആ ടാക്സിൻ്റെ കുറേ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഇവിടെ വരുത്തി, കുറേ കൗണ്ടർ വെയിലിംഗ് ടാക്സുകളൊക്കെ എടുത്തപ്പോൾ അത് ടാലിയായി. അപ്പോൾ അവിടുത്തെ ഗവൺമെൻറ് പറയാണ്, നമുക്ക് എങ്ങനെയെങ്കിലും ഇന്ത്യ എന്ന് പറയുന്ന മാർക്കറ്റ് പിടിച്ചെടുക്കണം, അതിന് വേണ്ടിയിട്ട് 50% ഡിസ്കൗണ്ട്, 50% സബ്സിഡി ഞാനങ്ങ് തരികയാണ്. അപ്പോൾ നോക്കി, 100 രൂപയുടെ 50% സബ്സിഡി ഗവൺമെൻറ് തന്നു. അപ്പോൾ അവരുടെ പ്രൊഡക്റ്റിൻ്റെ വില കുറഞ്ഞു, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ വില കൂടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആൾക്കാർ നോക്കുമ്പോൾ നോക്കി, നാടൻ സാധനം 100 രൂപ, ഫോറിൻ സാധനം 50 രൂപ. അല്ലെങ്കിൽ തന്നെ ഫോറിൻ സാധനമേ നമ്മൾ മേടിക്കത്തുള്ളൂ. ഫോറിനോടായിരിക്കും നമ്മുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. എന്നിട്ട് ഇവിടെ വില കുറവും കൂടെ ആയപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും അതേ മേടിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ വന്ന് നമ്മുടെ ഇവിടുത്തെ ഡൊമസ്റ്റിക് മാർക്കറ്റിൻ്റെ വില ഇടിഞ്ഞ് അല്ലേ? അപ്പോൾ ഇതിനെ കൗണ്ടർ വെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഗവൺമെൻറ് അടുത്ത കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ പേരാണ് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി ഓൺ സബ്സിഡൈസ്ഡ് ആർട്ടിക്കിൾ. അതായത് സബ്സിഡി കിട്ടിയിട്ടുള്ള, പുറത്തുനിന്നുള്ള ഏതെങ്കിലും ഒരു ഗവൺമെൻറ് കയ്യിൽ നിന്ന് സബ്സിഡി കിട്ടിയിട്ട് വില കുറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾസ്, അതിൻ്റെ ഒരു ബെനിഫിറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി ഇവിടെ കൊടുക്കുകയാണ്. മനസ്സിലായോ? അതാണ് നമ്മൾ ഇനി അടുത്ത പഠിക്കാൻ പോണേ, CVD ഓൺ സബ്സിഡൈസ്ഡ് ആർട്ടിക്കിൾ, കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി ഓൺ സബ്സിഡൈസ്ഡ് ആർട്ടിക്കിൾ. ഓക്കെ അല്ലേടാ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഒന്നും കൂടി പറയാം. അതായത് നമ്മൾ നേരത്തെ ടാക്സിൻ്റെ ബെനിഫിറ്റുകളെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് കൗണ്ടർ വെയിലിംഗ് വേറെ കുറേ ടാക്സുകൾ കൊണ്ടുവന്നു. കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി അണ്ടർ സെക്ഷൻ 3 സബ്സെക്ഷൻ 1
അതുപോലെ സ്പെഷ്യൽ അഡീഷണൽ ഡ്യൂട്ടി ഓൺ 3 സബ്സെക്ഷൻ 5 ഒക്കെ കൊണ്ടുവന്നു. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ 2 വാല്യൂ ഇമ്പോർട്ട് ചെയ്താലും നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിലും രണ്ടും സെയിം വാല്യൂ ആക്കി. അപ്പോൾ അവരുടെ ഗവൺമെൻറ് ഒരു സബ്സിഡി കൊടുത്തപ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ വില കുറഞ്ഞു. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് വിടുമോ? ഇല്ല. അങ്ങനെ സബ്സിഡൈസ്ഡ് ആർട്ടിക്കിൾ വല്ലതും ഉണ്ടെങ്കിൽ ആ സബ്സിഡി കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അഡീഷണൽ കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി അടയ്ക്കണം. അതിൻ്റെ പേരാണ് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി ഓൺ സബ്സിഡൈസ്ഡ് ആർട്ടിക്കിൾ. മനസ്സിലായോ? പ്രശ്നമില്ലല്ലോ. ഓക്കെ, നമുക്ക് ആ കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി ഓൺ സബ്സിഡൈസ്ഡ് ആർട്ടിക്കിൾ എന്താണെന്ന് പഠിക്കാം. പിടിച്ചോ, കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി ഓൺ സബ്സിഡൈസ്ഡ് ആർട്ടിക്കിൾ. ഓക്കെ അല്ലേ? ഇനി നമ്മളിപ്പോൾ ഈ പഠിച്ച സാധനമില്ലേ കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി ഓൺ സബ്സിഡൈസ്ഡ് ആർട്ടിക്കിൾ, ഇത് GST വന്നതോടുകൂടി ഇല്ലാണ്ടായി. കുറേ ആക്റ്റുകൾ നമ്മൾ പഠിച്ചു. നമ്മുടെ എക്സൈസ് ആക്റ്റും വാറ്റും നമ്മുടെ അങ്ങനെ കുറേ ആക്റ്റുകൾ നമ്മൾ GST പഠിച്ചപ്പോൾ പഠിച്ചില്ലടാ. അങ്ങനെ കുറേ സംഭവങ്ങൾ ഇല്ലാണ്ടായി. അതുപോലെ സബ്സ്യൂംഡായ ഒരു പ്രൊവിഷൻ, ഒരു ഡ്യൂട്ടിയാണ് നമ്മുടെ ഈ കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി ഓൺ സബ്സിഡൈസ്ഡ് ആർട്ടിക്കിൾ. പക്ഷേ ഇത് നമ്മൾ പഠിക്കണം, ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ ആദ്യത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി ഓൺ സബ്സിഡൈസ്ഡ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ സബ്സ്യൂംഡ് അണ്ടർ GST. നമ്മുടെ GST വന്നതോടുകൂടി അത് സബ്സ്യൂംഡായി പോയി. നോക്കി, ഡ്യൂട്ടി ലെവീഡ് ഇഫ് ആർട്ടിക്കിൾസ് ആർ ഇമ്പോർട്ടഡ് ഇൻ ടു ഇന്ത്യ ബൈ ഗെറ്റിംഗ് ദ സബ്സിഡി ഫ്രം അനദർ കൺട്രി. പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് നമ്മൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന ആർട്ടിക്കിളിന് ആ പുറത്തെ രാജ്യത്തെ ഗവൺമെൻറ് തന്നെ സബ്സിഡി തന്നു. അങ്ങനെയാണെങ്കിൽ എമൗണ്ട് ഓഫ് CVD ഷാൾ നോട്ട് എക്സീഡ് ദ എമൗണ്ട് ഓഫ് സബ്സിഡി പെയ്ഡ്. അങ്ങനെയാണെങ്കിൽ ഇത് വേറൊരു രീതിയിൽ പറഞ്ഞിരിക്കുന്നത്, അതായത് സബ്സിഡി പെയ്ഡ്, നമ്മൾ എത്ര സബ്സിഡിയാണോ നമുക്ക് കിട്ടിയത് അത്രയും എമൗണ്ട് തന്നെ അതിൽ കൂടുതൽ CVD വരേണ്ടെന്ന്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ആ ഒരു പ്രൈസിൻ്റെ ബെനിഫിറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി ഓൺ സബ്സിഡൈസ്ഡ് ആർട്ടിക്കിൾ കൊടുക്കാം. എവിടെ വരാം? ആ സബ്സിഡിയുടെ എമൗണ്ട് വരാം, ആ സബ്സിഡിയുടെ എമൗണ്ടിൻ്റെ അത്രയും. ഓക്കെ അല്ലേടാ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി അടുത്ത എന്താ നോക്കി, ഇറ്റ് ഷാൾ ബി ഇൻ ഫോഴ്സ് ഫോർ 5 years ഫ്രം ദ ഡേറ്റ് ഓഫ് ഇമ്പോസിഷൻ. അതായത് നമ്മളത് കൊണ്ടുവന്ന ആദ്യത്തെ 5 വർഷങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി ഓൺ സബ്സിഡൈസ്ഡ് ആർട്ടിക്കിൾ മേടിക്കാം. എന്നിട്ട് എഗെയിൻ ഒരു 5 വർഷത്തേക്ക് എക്സ്പാൻഡും ചെയ്യാം. ഓക്കെ അല്ലേ? ജസ്റ്റ് 5 വർഷം പിന്നെ ഒരു 5 വർഷത്തും കൂടെ എക്സ്പാൻഡ് ചെയ്യാം. പ്രശ്നമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കിനി എന്ത് ചെയ്യാം? കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടി പഠിച്ച് ഇനി നമുക്ക് ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി പഠിക്കാം. എന്ത് പഠിക്കാം? ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി പഠിക്കാം. ആൻറ്റി ഡംപിങ് ഡ്യൂട്ടിക്ക് ഒരു ലൈൻ ഉണ്ടായിരുന്നു, ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ എവിടെയോ പഠിച്ചു. ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി വന്നപ്പോൾ അവിടെ തന്നെ വേറെ അവൻ്റെ ഒരു ലൈനിൻ്റെ കാര്യം എവിടെയായിരുന്നു പഠിച്ചത്? ദാ ഇവിടെ സേഫ് ഗാർഡ് ഡ്യൂട്ടിയും ആൻറ്റി ഡംപിങ് ഡ്യൂട്ടിയും. അപ്പോൾ ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി പഠിച്ചാൽ എന്ത് പഠിക്കണം? സേഫ് ഗാർഡ് ഡ്യൂട്ടി പഠിക്കണം. ഓക്കെ, നമുക്ക് പഠിക്കാം, രണ്ടും പഠിക്കാം. എന്തായാലും നമ്മൾ ഇതിനകത്ത് മൊത്തം പഠിച്ചു തീർക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു കാര്യം ചെയ്യും, ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി അവിടെ നിൽക്കട്ടെ. നമുക്കിതാ ഇവിടെ വേറെ 2 ഉണ്ട്, നമുക്കത് പഠിക്കാം. കാരണം ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി പഠിച്ചാൽ എന്തും പഠിക്കണം, സേഫ് ഗാർഡ് ഡ്യൂട്ടിയും പഠിക്കണ്ടേ. അപ്പോൾ നമുക്ക് ഈ 2 പഠിക്കാം. നോക്കി, എന്താണ് പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി? പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി? ഇതൊന്നുമില്ല, നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട. അതായത് നമ്മുടെ ഗവൺമെൻറ്റിന് തോന്നുകയാണ് ഈ പ്രൊഡക്റ്റിന് നമുക്ക് ഡൊമസ്റ്റിക് മാർക്കറ്റ് വേണം. സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് നമ്മൾ ഇന്ത്യയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യണം. ഇന്ത്യയിലെ പ്രൊഡക്റ്റ് തന്നെ നമ്മൾ കൺസ്യൂം ചെയ്യണം. അതാണ് നമുക്ക് നല്ലത്. പുറത്തുനിന്ന് ഒരു രാജ്യത്തിന് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഇൻഡസ്ട്രിയെ നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കണം. ഏതെങ്കിലും ഇൻഡസ്ട്രിയോട് നമുക്കൊരു പ്രത്യേക പ്രൊട്ടക്ഷൻ, ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പുറത്തുനിന്നുള്ള ഇങ്ങോട്ടുള്ള ഇമ്പോർട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് എന്ത് ചെയ്യും? ചുമ്മാ ഒരു പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി എന്ന് പറഞ്ഞൊരു ഡ്യൂട്ടി മേടിക്കും. ഓക്കെ അല്ലേ? ഒന്നും കൂടെ പറഞ്ഞുതരാം. ഒരു എക്സാമ്പിൾ പറയുകയാണ് ഞാൻ. അതായത് നമ്മുടെ അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് അല്ലേ, ആ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞ ഇൻഡസ്ട്രിയെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ അത് നശിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. നോക്കിയേ, നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഇന്ത്യയിൽ നിന്ന് സാധനം കിട്ടുന്നതിന് 100 രൂപ, പുറത്തുനിന്ന് കിട്ടുന്നതിന് നമ്മൾ 100 രൂപയാക്കും. അപ്പോൾ നമ്മുടെ ആൾക്കാരെല്ലാം എന്ത് വിചാരിക്കും? ഈ വെറുതെ നമ്മൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്യേണ്ട കാര്യമില്ല. അതേ വിലയ്ക്ക് നമുക്ക് ഫോറിൻ സാധനം കിട്ടുമെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രി അവിടെ ഇല്ലാണ്ടാവില്ലടാ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാണെങ്കിൽ ഒരു പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ ആ ഇൻഡസ്ട്രിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് നമ്മൾ പുറത്തുനിന്ന് എവിടെയെങ്കിലും ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ മേടിക്കുന്ന ഡ്യൂട്ടിയുടെ പേരാണ് പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി സെക്ഷൻ 5. ഓക്കെ അല്ലേ? നോക്കടാ, ഓൺ റെക്കമെൻഡേഷൻ ഓഫ് ടാരിഫ് കമ്മീഷൻ ദിസ് ഡ്യൂട്ടി ക്യാൻ ബി ഇമ്പോസ്ഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ടു പ്രൊട്ടക്ട് ഇൻട്രസ്റ്റ് ഓഫ് എനി ഇൻഡസ്ട്രീസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ടാരിഫ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷനോട് കൂടി നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിന് ഈ ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ദിസ് ഡ്യൂട്ടി ഈസ് ട്രീറ്റഡ് ആസ് പെർ വിത്ത് ബേസിക് കസ്റ്റം ഡ്യൂട്ടി. നമ്മുടെ ബേസിക് കസ്റ്റം ഡ്യൂട്ടിയോടൊപ്പം ആയിരിക്കും നമ്മുടെ ഈ പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി മേടിക്കുന്നത്. പ്രശ്നമില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇതിൻ്റെ ഒന്നും പ്രാക്ടിക്കൽ എക്സിക്യൂഷനും നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാനൊന്നുമില്ല. ഇനി അടുത്തൊരു സാധനമുണ്ട്, അതൊന്നും ചുമ്മാ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. നോക്കാം, എന്താണ് റോഡ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ സെസ് വിത്ത് എഫക്ട് ഫ്രം 2 February 2018. 2 February 2018 ഈ ഡേറ്റ് നമ്മൾ കുറച്ച് മുമ്പ് അങ്ങോട്ട് പഠിച്ചല്ലേ ഉള്ളൂ. ആ 2 February 2018 തന്നെയാണ് എന്തും കൊണ്ടുവന്നിരിക്കുന്നത്? റോഡ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ സെസ്സും കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഇത് എവിടെയാണെന്ന് അറിയാമോ? അതായത് നമ്മൾ ഫോറിനിൽ നിന്ന്, പുറത്തുനിന്നുള്ള ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന്
മോട്ടോർ സ്പിരിറ്റ് അല്ലെങ്കിൽ ഹൈ സ്പീഡ് ഡീസലൊക്കെ ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ 1 ലിറ്ററിൻ്റെ പുറത്ത് 8 രൂപ നമ്മൾ എന്ത് ചെയ്യണം? റോഡ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ സെസ് പേ ചെയ്യണം. ഓക്കെ അല്ലേ? സിമ്പിൾ കാര്യമല്ലേ? ഒന്നും കൂടെ പറഞ്ഞുതരാം. നമ്മൾ ഫോറിൻ ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് മോട്ടോർ സ്പിരിറ്റ് അതുപോലെ ഹൈ സ്പീഡ് ഡീസലും മോട്ടോർ സ്പിരിറ്റും ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ പെർ ലിറ്ററിന് 8 രൂപ നമ്മൾ പേ ചെയ്യണം. പെർ ലിറ്ററിന് 8 രൂപ പേ ചെയ്യണം. അതിൻ്റെ പേരാണെന്ത്? റോഡ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ സെസ്. പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പം നമ്മുടെ പരിപാടി സത്യം പറഞ്ഞാൽ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി ആ ഒരു ലൈനുള്ള ഒരു പേരിനെയും കൂടെ പഠിച്ചാൽ മതി. ഏതൊക്കെയാണ്? നമ്മുടെ സേഫ് ഗാർഡ് ഡ്യൂട്ടിയും ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി. ഓക്കെ അല്ലേ? നമുക്കത് പഠിക്കാം. ആദ്യമേ നമുക്ക് ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി പഠിക്കാം. ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി. ഓക്കെ, ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി എന്താണെന്ന് പഠിക്കുന്നതിന് നമുക്ക് അവിടെ ഒരു എക്സാമ്പിൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ആ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി എന്താണെന്ന് പഠിക്കാം. നോക്കി, ചൈന നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളാണേ. ഇതൊക്കെ മാറ്റി വെച്ചോ. അതായത് ഇന്ത്യയിൽ നമ്മളൊരു സ്മാർട്ട് ഫോൺ വിൽക്കുന്നത് 1000 രൂപയ്ക്കാണ്. അതുപോലെ ഒരു ചൈനീസ് സ്മാർട്ട് ഫോൺ അത് ഇന്ത്യയിൽ വരുമ്പോൾ നമ്മൾ 1000 രൂപയാക്കി മാറ്റും അല്ലേ? അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഷവോമി എന്ന് പറയുന്ന ബ്രാൻഡ്, റെഡ്മിയുടെ ഷവോമി എന്ന് പറയുന്ന ബ്രാൻഡ്, ആ ബ്രാൻഡും നമ്മുടെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കുറേ CVDയും കാര്യങ്ങളും അതും ഇതൊക്കെ വെച്ച് GST ഉണ്ടെങ്കിൽ IGST ഒക്കെ കളക്ട് ചെയ്ത് അതിനും 1000 രൂപയാക്കും. അപ്പോൾ ഷവോമി എന്ന് പറഞ്ഞ ബ്രാൻഡ് ഒരു തീരുമാനം എടുക്കുകയാണ്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മാർക്കറ്റാണ്. നമുക്ക് ഇന്ത്യയിൽ ഏകദേശം നമ്മുടെ പോപ്പുലേഷൻ്റെ 70-75% ആൾക്കാർ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. അത് സിറ്റി റീജിയനൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ സെമി അർബൻ റീജിയനൊക്കെ ആണെങ്കിൽ അവിടെ ഫുൾ 100% പോപ്പുലേഷൻ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? എക്സെപ്റ്റ് ചിൽഡ്രൻ. അഡൽട്ടല്ല, ടീനേജേഴ്സിൻ്റെ അവിടെ തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാ ആൾക്കാരും സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്ക് വലിയൊരു മാർക്കറ്റാണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത്. അവിടെയും ബഡ്ജറ്റ് സ്മാർട്ട് ഫോണിന് ഭയങ്കര മാർക്കറ്റാണ്. അപ്പോൾ നമ്മുടെ ഷവോമി എന്ത് ചെയ്യുന്നറിയാമോ? അവരുടെ തന്നെ സ്മാർട്ട് ഫോണുകൾ മാർക്കറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ 1000 രൂപ വിലയുള്ള സാധനത്തിന് സ്വന്തമായിട്ട് എന്ത് ചെയ്തു? അതിൻ്റെ പ്രൈസ് അങ്ങ് ഡംപ് ചെയ്തു. അതിൻ്റെ പ്രൈസ് അങ്ങ് ഡംപ് ചെയ്തു എന്ന് നമുക്ക് പറയാം. 1000 രൂപ വിലയുള്ള സാധനത്തിൻ്റെ പ്രൈസ് അവർ 500 രൂപ ഡംപ് ചെയ്തു. പ്രൈസ് അങ്ങ് കുറച്ചു. എന്നിട്ട് 500 രൂപയ്ക്ക് കൊടുക്കുക. അവർക്ക് നഷ്ടമാണ്, അറിയാം, അവർക്ക് നഷ്ടം തന്നെയാണ്. പക്ഷേ അവരെന്ത് ചെയ്യുന്നതെന്ന് അറിയാമോ? ആ മാർക്കറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടി അവർ സ്ട്രാറ്റജി ആയിട്ട് ആദ്യത്തെ ഒരു വർഷത്തേക്ക് പകുതി പ്രൈസിന് ഫോണൊക്കെ എങ്ങനെ വിൽക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലും കുറേ ബ്രാൻഡുകൾ ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ്? നമ്മുടെ മൈക്രോമാക്സ്, ലാവ, ഇങ്ങനെ കുറച്ച് കുഞ്ഞു ബാങ്കുകൾ, നമ്മുടെ മാംഗോ എന്നൊക്കെ പറഞ്ഞൊരു ബ്രാൻഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറച്ച് ബ്രാൻഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ എന്ത് ചെയ്യും? തട്ട് കിട്ടും. അതിനൊന്നും സ്മാർട്ട് ഫോൺ വിൽക്കാതാവും. കാരണം അതിൻ്റെ സെയിം ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിനേക്കാളും ഫീച്ചറുള്ള ഒരു ഫോറിൻ ഫോൺ, ചൈനീസൊക്കെയാണ്, പക്ഷേ അതിനേക്കാളും കൂടുതൽ ഫീച്ചറുള്ള ഒരു ഫോൺ അവർക്ക് ഇന്ത്യയിൽ 500 രൂപയ്ക്ക് കിട്ടുന്നു, പകുതി വിലയ്ക്ക്. മാർക്കറ്റ് ഇടിയത്തില്ലേ ഡൊമസ്റ്റിക് ബ്രാൻഡിൻ്റെ? അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഇത് അടുത്ത സാധനം കൊണ്ടുവന്നു. അങ്ങനെ പ്രൈസ് ഡംപ് ചെയ്യുകയാണെങ്കിൽ ആ ഡംപ് ചെയ്ത പ്രൈസിനെ കൗണ്ടർ വെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി കൊണ്ടുവരാൻ പോവാണ്. എന്ത് കൊണ്ടുവരാൻ പോവാ? ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി. പരിപാടി തീർന്നു. നമ്മുടെ ഗവൺമെൻറ് ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി കൊണ്ടുവന്നു. ആ ഡംപ് ചെയ്ത പ്രൈസിനെ എന്ത് ചെയ്തു? ഡ്യൂട്ടി ആയിട്ട് വാങ്ങി. അങ്ങനെ സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് എത്ര രൂപയായി മാറും? 1000 രൂപയായിട്ട് മാറും. ഡൊമസ്റ്റിക്കും ഇൻ്റർനാഷണലും, അതായത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിനും തമ്മിൽ ഒരു വ്യത്യാസമില്ല. പ്രശ്നമില്ലല്ലോടാ. ഇതാണ് ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി. ഓക്കെ അല്ലേ? ഒന്നും കൂടെ പറയാം. അതായത് ഫോറിനിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മാർക്കറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടോ എന്തിനെങ്കിലും വേണ്ടിയിട്ട് നമ്മൾ പ്രൈസിനെ അങ്ങ് ഡ്രോപ്പ് ചെയ്യാണ്, പ്രൈസിനെ ഡംപ് ചെയ്യാണ്. ഓക്കെ, അങ്ങനെ പ്രൈസിനെ ഡംപ് ചെയ്താൽ നമ്മുടെ ഗവൺമെൻറ് പറയാം അതൊന്നും പറ്റില്ല, നിങ്ങൾ ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ ഡംപ് ചെയ്തോ പ്രശ്നമില്ല, ഞങ്ങൾക്ക് പക്ഷേ നിങ്ങൾ എന്ത് തരണം? ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി തരണം. നിങ്ങൾ ഡംപ് ചെയ്ത ആ പ്രൈസിനെ ഞങ്ങൾക്ക് ഡ്യൂട്ടി ആയിട്ട് പേ ചെയ്യണം. ഓക്കെ അല്ലേ? അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എന്ത്? ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി സെക്ഷൻ 9A 9A. ഓക്കെ, നമുക്ക് പ്രശ്നമില്ല, പഠിക്കാം. ഇറ്റ് ഈസ് ഇമ്പോസ്ഡ് ഓൺ ഇമ്പോർട്ട്സ് ഓഫ് പെർട്ടിക്കുലർ കൺട്രി. ഓക്കെ, ഇത് നമ്മുടെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കൺട്രി നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്താണ് വരുന്നത്. ഓക്കെ, പ്രശ്നമില്ല. വേർ എനി ആർട്ടിക്കിൾസ് എക്സ്പോർട്ടഡ് ബൈ ആൻ എക്സ്പോർട്ടർ ടു ഇന്ത്യ അറ്റ് ലെസർ ദാൻ ഇറ്റ്സ് നോർമൽ വാല്യൂ ദെൻ സെൻട്രൽ ഗവൺമെൻറ് മേ ഇമ്പോസ് ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി. അതായത് പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് ഒരു എക്സ്പോർട്ടർ നമ്മൾ ഇന്ത്യയിലേക്ക് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരികയാണ്, പുറത്തുനിന്ന് അവർ എക്സ്പോർട്ട് ചെയ്ത് നമ്മുടെ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രൈസ് നോർമൽ പ്രൈസിനേക്കാളും കുറഞ്ഞ വിലയ്ക്കാണ് അവർ വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് മേടിക്കും? ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി മേടിക്കും. പ്രശ്നമില്ല. നമ്മൾ അവിടെ ആ പഠിച്ച ഒരു ഡെമോൺസ്ട്രേഷൻ ഇവിടെ വേർഡ്സിൽ എഴുതി വെച്ചിരിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പം ആൻറ്റി ഡംപിങ് ഡ്യൂട്ടി പഠിച്ചു കഴിഞ്ഞാൽ ആൻറ്റി ഡംപിങ് ഡ്യൂട്ടിയുടെ ലൈൻ ആരാ? സേഫ് ഗാർഡ് ഡ്യൂട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ സേഫ് ഗാർഡ് ഡ്യൂട്ടി കൂടെ പഠിക്കാം. പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ പരിപാടി തീർന്നു. ആ സേഫ് ഗാർഡ് ഡ്യൂട്ടി കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പരിപാടി തീർന്നു. നമുക്ക് സേഫ് ഗാർഡ് ഡ്യൂട്ടി പഠിക്കാം. ഓക്കെ, നോക്കിടാ, സേഫ് ഗാർഡ് ഡ്യൂട്ടി എന്താണ്? സേഫ് ഗാർഡ് ഡ്യൂട്ടി ഇതുപോലെ വേറെ ഏതൊരു ഡ്യൂട്ടി പഠിച്ചല്ലോ. എന്താണ്? പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി എന്ന് പറഞ്ഞൊരു ഡ്യൂട്ടി നമ്മൾ നേരത്തെ പഠിച്ചു. എന്താണ്? ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി പഠിക്കും. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെയാണ് സേഫ് ഗാർഡ് ഡ്യൂട്ടി. എന്തിനെയോ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഏതിനെയോ സംരക്ഷിച്ച് നിർത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഡ്യൂട്ടിയാണ് എന്തെന്ന് പറയുന്നത്? സേഫ് ഗാർഡ് ഡ്യൂട്ടി എന്ന് പറയുന്നത്.
ഏതിനോ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഏതിനോ സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഡ്യൂട്ടിയാണ് എന്തെന്ന് പറയുന്നത്, സേഫ് ഗാർഡ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് നോക്കാം. സേഫ് ഗാർഡ് ഡ്യൂട്ടി സെക്ഷൻ 8B. സേഫ് ഗാർഡ് ഡ്യൂട്ടി ഏതാണ്? സെക്ഷൻ 8B. ഈ സേഫ് ഗാർഡ് ഡ്യൂട്ടി ഒരു പ്രോഡക്റ്റ് സ്പെസിഫിക് ഡ്യൂട്ടിയാണ്. സേഫ് ഗാർഡ് ഡ്യൂട്ടി എന്താണ്? ഒരു പ്രോഡക്റ്റ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡ്യൂട്ടിയാണ്. അതായത് പർട്ടിക്കുലർലി ചില പ്രോഡക്റ്റുകൾക്ക് മാത്രമേ നമ്മൾ എന്ത് ചെയ്തോളൂ, സേഫ് ഗാർഡ് ഡ്യൂട്ടി കൊടുക്കത്തുള്ളൂ. സേഫ് ഗാർഡ് ഡ്യൂട്ടി കൊടുക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കൊരു കഥ പോലെ ഇത് പഠിക്കാം. നമുക്ക് എന്ത് ചെയ്യാം? ഒരു കഥ പോലെ ഇത് പഠിക്കാം. ഓക്കെ, ഞാൻ നോക്കിയേ, ആദ്യമേ നമ്മൾ വായിക്കേണ്ടത് ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് വായിക്കാം. നോക്കിയേ, ഇഫ് സെൻട്രൽ ഗവൺമെൻറ് ഈസ് ആൻ ഒപ്പീനിയൻ ദാറ്റ് ഇൻക്രീസ്ഡ് ഇമ്പോർട്ട്സ് ഹാസ് കോസ്ഡ് അല്ലെങ്കിൽ ത്രെറ്റൻഡ് to cause serious injury to our domestic industry, it may impose provisional safeguard duty during the pendency of determination under section 8B subsection 1. അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിന് തോന്നിയാണ് കൂടുതലായിട്ട് ഇമ്പോർട്ട് വരുമ്പോൾ, കൂടുതലായിട്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ ഇമ്പോർട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിന് അതൊരു പ്രശ്നമാണ്. ഡൊമസ്റ്റിക് മാർക്കറ്റിന് അതിനെ ഒരു വൃത്തിയിട്ട രീതിയിൽ അതിനെ കോസ് ചെയ്യാണ്, അല്ലെങ്കിൽ അതിനെ ത്രെട്ടൻ ചെയ്യാണ്, അതിനെ ഭീഷണിപ്പെടുത്തുകയാണ്. ഭീഷണിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ തകർക്കുകയാണ്, അവർക്ക് തകർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് പറയും, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ സേഫ് ഗാർഡ് ഡ്യൂട്ടി പേ ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്യണം? സേഫ് ഗാർഡ് ഡ്യൂട്ടി പേ ചെയ്യണം. ഓക്കെ അല്ലേ? ഒന്നും കൂടെ പറഞ്ഞടാ. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഫോറിൻ രാജ്യത്ത് നിന്ന്, അതായത് ഏതെങ്കിലും പുറത്തുള്ള രാജ്യത്ത് നിന്ന് നമ്മുടെ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഇമ്പോർട്ട് നമ്മുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയെ അതിനെ ഏതെങ്കിലും അഡ്വേഴ്സ് ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നു, അതിൻ്റെ എക്സിസ്റ്റൻസിനെ ത്രെട്ടൻ ചെയ്യുന്നു, അങ്ങനെയാണെങ്കിൽ അതിന് ഏതെങ്കിലും സീരിയസ് ഇഞ്ചുറി ഉണ്ടാക്കുന്നു, അതായത് അതിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്നുവെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് പറയും, നിങ്ങളൊരു കാര്യം ചെയ്യും, ഒന്നും പറയാനില്ല, ഒരു സ്റ്റഡി നടത്തുന്നില്ല, നിങ്ങൾ പ്രൊവിഷണൽ സേഫ് ഗാർഡ് ഡ്യൂട്ടി പേ ചെയ്യണം. എന്ത് ചെയ്യണം? പ്രൊവിഷണൽ സേഫ് ഗാർഡ് ഡ്യൂട്ടി പേ ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രൊവിഷണൽ സേഫ് ഗാർഡ് ഡ്യൂട്ടി പേ ചെയ്തു. എന്താ പ്രൊവിഷണൽ സേഫ് ഗാർഡ് ഡ്യൂട്ടി? ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പില്ല, നമുക്ക് തോന്നിയാണ് ഇവരിങ്ങനെ ഇമ്പോർട്ട് കൂടി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം വരുമെന്ന്. അപ്പോൾ സ്റ്റഡി നടത്താനുള്ള സമയം നമുക്ക് വേണ്ടേ? ആ സ്റ്റഡി നടത്താനുള്ള സമയത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊവിഷണൽ സേഫ് ഗാർഡ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? പ്രൊവിഷണൽ സേഫ് ഗാർഡ് ഡ്യൂട്ടി. അതായത് നമ്മൾ മാക്സിമം 200 ദിവസത്തേക്കാണ് ഈ പ്രൊവിഷണൽ സേഫ് ഗാർഡ് ഡ്യൂട്ടി എന്തെന്ന് ഇമ്പോസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അതായത് നമ്മളൊരു സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആരുടെയെങ്കിലും മേൽ നമ്മളൊരു ആരോപണം ചേർത്തതില്ലേ, അതുപോലെ തന്നെ നമ്മൾ പറയാണ്, നിങ്ങളിങ്ങനെ സാധനം പുറത്തുനിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്, ഞങ്ങളുടെ ഇവിടുത്തെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മേലത്ത് ഒരു അപ്പീൽ, ഒരു ആരോപണം ചുമത്തുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? പ്രൊവിഷണൽ സേഫ് ഗാർഡ് ഡ്യൂട്ടി പേ ചെയ്യണം. ഒരു പ്രൊവിഷണൽ സേഫ് ഗാർഡ് ഡ്യൂട്ടി പേ ചെയ്യണം. ഓക്കെ, അപ്പോൾ അവർ പറഞ്ഞാൽ പേ ചെയ്യാം. പക്ഷേ അവർ സത്യത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് നമ്മൾ തെളിയിച്ചിട്ടില്ല അല്ലേ? അപ്പോൾ നമുക്ക് 200 ദിവസത്തെ ടൈം കിട്ടും. എത്ര ദിവസത്തെ? 200 ദിവസം. അപ്പോൾ പ്രൊവിഷണൽ സേഫ് ഗാർഡ് ഡ്യൂട്ടി നമുക്ക് എത്ര ദിവസത്തേക്ക് ഇമ്പോസ് ചെയ്യാൻ പറ്റും? 200 ദിവസത്തേക്ക്. അപ്പോൾ 200 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ തെളിയിക്കണം ഇത് സത്യമാണ്, ഇവൻ്റെ ഇന്ന് സേഫ് ഗാർഡ് ഡ്യൂട്ടി മേടിക്കേണ്ടത് തന്നെയാണെന്ന്. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും, അയ്യോ ഇത് നമുക്ക് തെറ്റുപറ്റിപ്പോയതാണ്, ഇത് സേഫ് ഗാർഡ് ഡ്യൂട്ടി മേടിക്കേണ്ട കാര്യമൊന്നുമല്ല. സ്റ്റഡി നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയുടെ കയ്യിലിരിപ്പുകൊണ്ടാണ് അതിൻ്റെ എക്സിസ്റ്റൻസ് ഇങ്ങനെ കൊളായിപ്പോയെന്ന്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ ഈ സേഫ് ഗാർഡ് ഡ്യൂട്ടി അവരങ്ങനെ പ്രൊവിഷണൽ സേഫ് ഗാർഡ് ഡ്യൂട്ടി നമ്മുടെ ഇന്ന് മേടിച്ചു, അത് സത്യമാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ഫൈനൽ സേഫ് ഗാർഡ് ഡ്യൂട്ടി എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഫൈനൽ സേഫ് ഗാർഡ് ഡ്യൂട്ടി എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഫൈനൽ സേഫ് ഗാർഡ് ഡ്യൂട്ടി 4 വർഷത്തേക്കാണ് തുടക്കത്തിൽ ഇമ്പോസ് ചെയ്യുന്നത്. ആ 4 വർഷം നമുക്ക് ഫർദർ ഒരു 8-6 വർഷത്തേക്കും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാം. ടോട്ടൽ 10 വർഷത്തേക്ക് എന്ത് മേടിക്കാം? നമ്മുടെ ഈ സേഫ് ഗാർഡ് ഡ്യൂട്ടി മേടിക്കാം. ഓക്കെ അല്ലേടാ? ഒന്നും കൂടെ പറഞ്ഞേ. അതായത് നമ്മുടെ ഏതെങ്കിലും ഒരു ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിക്ക് ഫോറിനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും അതിൻ്റെ എക്സിസ്റ്റൻസിന് ഒരു ത്രെട്ടനുണ്ട്, എന്തെങ്കിലും ഒരു ഭീഷണി ഉണ്ടെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് പറയും, നിങ്ങളൊരു പ്രൊവിഷണൽ സേഫ് ഗാർഡ് ഡ്യൂട്ടി പേ ചെയ്യാൻ. എത്ര ദിവസത്തേക്ക്? 200 ദിവസമാണ് നമ്മൾ ഇമ്പോസ് ചെയ്യുന്ന ടൈം ലിമിറ്റ്. ആ 200 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റഡീസും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഫൈനലൈസ് ചെയ്യും. സത്യമാണെങ്കിൽ ഫൈനലൈസ് ചെയ്യും. അതെ, നിങ്ങൾ സേഫ് ഗാർഡ് ഡ്യൂട്ടി പേ ചെയ്യേണ്ടത് തന്നെയാണ്. 4 വർഷത്തേക്ക് പേ ചെയ്തോ. അത് വേണമെങ്കിൽ നമുക്ക് ഫർദർ ഒരു 6 വർഷത്തേക്ക് കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാം. അതായത് ടോട്ടൽ 10 വർഷത്തേക്ക് നമുക്ക് എന്ത് മേടിക്കാം? സേഫ് ഗാർഡ് ഡ്യൂട്ടി മേടിക്കാം. ഓക്കെ, ഇനി അല്ല, നമ്മൾ സ്റ്റഡിയൊക്കെ നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി, അല്ല ഇവന്മാരുണ്ട പ്രശ്നമൊന്നുമല്ല, നമ്മുടെ കയ്യിലിരിപ്പുകൊണ്ടാണ് നമ്മുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി നശിച്ചു പോയത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇറ്റ്സ് ആൾ റീഫണ്ട് കളക്റ്റഡ് ഡ്യൂട്ടി. അതിന് നമ്മൾ കളക്ട് ചെയ്ത ഡ്യൂട്ടിയെ റീഫണ്ട് ചെയ്ത് കൊടുക്കും. അതിന് നമ്മൾ റീഫണ്ട് കളക്റ്റഡ് ഡ്യൂട്ടി എന്ന് വിളിക്കും. ആ കളക്ട് ചെയ്ത ഡ്യൂട്ടിയെ നമ്മൾ എന്ത് ചെയ്തും? റീഫണ്ട് ചെയ്ത് കൊടുക്കും. പ്രശ്നമില്ലല്ലോ, സിമ്പിളായിട്ടുള്ള കാര്യമല്ലേ? സിമ്പിളായിട്ട് ആ പേര് വെച്ച് തന്നെ നമുക്ക് പഠിക്കാവുന്ന കാര്യമുള്ളൂ. 2 പേര് പഠിച്ചാൽ മതി. സേഫ് ഗാർഡ് ഡ്യൂട്ടി സത്യത്തിൽ 2 എണ്ണം ഉണ്ട്. ഒന്ന് പ്രൊവിഷണലും 2 ഫൈനൽ ഡ്യൂട്ടിയും. ഫൈനൽ സേഫ് ഗാർഡ് ഡ്യൂട്ടിയും പ്രൊവിഷണലിനെയാണ് നമ്മൾ പിന്നെ എന്താക്കി മാറ്റുന്നത്? ഫൈനലാക്കി മാറ്റുന്നത്. പ്രശ്നമില്ലല്ലോ. ഇനി ഒരു ചെറിയൊരു പോയിന്റ് കൂടെ പഠിച്ചാൽ ചാപ്റ്റർ തീർന്നു. എന്താണെന്നറിയാമോ? ചില പർട്ടിക്കുലർ ഗുഡ്സിന് അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസിൽ നമുക്ക് സേഫ് ഗാർഡ് ഡ്യൂട്ടി മേടിക്കാൻ പറ്റൂല. നമുക്ക് ത്രെട്ടണിങ് ആണെന്ന് തോന്നിയാൽ പോലും സേഫ് ഗാർഡ് ഡ്യൂട്ടി മേടിക്കാൻ പറ്റൂല. ആ സിറ്റുവേഷനാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. എന്താ നോക്കിയേ? കേസസ് വെൻ സേഫ് ഗാർഡ് ഡ്യൂട്ടി ഷാൾ നോട്ട് ബി ഇമ്പോസ്ഡ്. സേഫ് ഗാർഡ് ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് സിറ്റുവേഷൻസ്.
മൂന്ന് സിറ്റുവേഷനാണുള്ളത്. ഏതാണ്ടാ ഉള്ളത്? 3 സിറ്റുവേഷൻ. നമുക്ക് ഏറ്റവും ലാസ്റ്റ് സിറ്റുവേഷൻ ആദ്യം പഠിക്കാം. അതായത് മൂന്നാമത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ആർട്ടിക്കിൾസ് ഇമ്പോർട്ടഡ് ബൈ 100% എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സ് ഓർ ഫ്രീ ട്രേഡ് സോൺസ് അല്ലെങ്കിൽ സ്പെഷ്യൽ എക്കണോമിക് സോൺ അൺലെസ് ഡ്യൂട്ടി ഈസ് സ്പെസിഫിക്കലി മെയ്ഡ് ആപ്ലിക്കബിൾ ടു ദം. അതായത് നമ്മൾ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സിൽ നിന്നാണ്. 100% എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സിനെ പറ്റിയതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് 100% എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം തുടങ്ങിയിരിക്കുന്ന ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഫ്രീ ട്രേഡ് സോൺ, അങ്ങനെ ഫ്രീ ട്രേഡ് സോണുകളുണ്ട്. ആ സോണിൻ്റെ അകത്ത് എത്ര രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് ചെയ്താലും പ്രശ്നങ്ങളൊന്നുമില്ല. ആ ഫ്രീ ട്രേഡ് സോൺ തമ്മിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഗുഡ്സ് കൈമാറ്റം ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ എക്കണോമിക് സോണിൽ നിന്നാണ് നമ്മൾ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ. ഒന്നും കൂടെ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഏതെങ്കിലും ഒരു എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സിലേക്കോ ഫ്രീ ട്രേഡ് സോണിലേക്കോ അല്ലെങ്കിൽ സ്പെഷ്യൽ എക്കണോമിക് സോണിലേക്കോ നമ്മൾ ഗുഡ്സ് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തില്ല നമുക്ക് ഈ സേഫ് ഗാർഡ് ഡ്യൂട്ടി മേടിക്കാൻ പറ്റൂല. ഓക്കെ അല്ലേ? ഒന്നുകൂടെ പറഞ്ഞേ. ഇന്ത്യയിലുള്ള ഏതെങ്കിലും 100% എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സിലേക്കോ അല്ലെങ്കിൽ ഫ്രീ ട്രേഡ് സോണുകളിലേക്കോ അല്ലെങ്കിൽ സ്പെഷ്യൽ എക്കണോമിക് സോണുകളിലേക്കോ ഗുഡ്സ് പുറത്തുനിന്ന് എങ്ങോട്ടെങ്കിലും എവിടെന്നെങ്കിലും ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് മേടിക്കാൻ പറ്റില്ല? സേഫ് ഗാർഡ് ഡ്യൂട്ടി മേടിക്കാൻ പറ്റില്ല. പക്ഷേ പർട്ടിക്കുലറായിട്ട് സ്പെസിഫിക് ആയിട്ട് പറയാണ്, നിങ്ങൾ മേടിച്ചോ എന്ന് ഗവൺമെൻറ് ഒരു നോട്ടിഫിക്കേഷൻ എന്തെങ്കിലും ഇറക്കുകയാണെങ്കിൽ മേടിച്ചോ. ഓക്കെ അല്ലേ? അപ്പോൾ ഇപ്പം വരെ മേടിക്കാൻ പറ്റില്ല, പക്ഷേ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ മേടിക്കണം. പ്രശ്നമില്ലല്ലോ, സിമ്പിളായിട്ടുള്ള കാര്യമല്ലേ? ഇനി 2 പോയിന്റ് നമുക്ക് പഠിക്കാനുണ്ട്. ഇതാണ് നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യനൊക്കെ ചെയ്യാനുള്ള സാധനം. ഈ 2 പോയിന്റിലാണ് ഇതിൽ കുറച്ചെങ്കിലും ഒരു ടഫ് എന്നല്ല ചിന്തിക്കാൻ പറ്റുന്നൊരു പോയിന്റ് നമുക്ക് നോക്കാം. അതായത് നമ്മൾ നോക്കുക, ആർട്ടിക്കിൾസ് ഒറിജിനേറ്റിംഗ് ഫ്രം ഡെവലപ്പിംഗ് കൺട്രീസ്. അതായത് നമ്മൾ പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്നല്ലേടാ ഇമ്പോർട്ട് ചെയ്യുന്നത്. അത് ഏതെങ്കിലും ഒരു ഡെവലപ്പിംഗ് കൺട്രി ആണെങ്കിൽ ആ ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന ആ ഗുഡ്സിൻ്റെ ടോട്ടൽ വാല്യൂ വെറും 3%. എന്തിൻ്റെ 3%? നമ്മുടെ ടോട്ടൽ ഇമ്പോർട്ടിൻ്റെ 3%. അങ്ങനെയാണെങ്കിൽ അവർക്ക് മേടിക്കേണ്ട. ഒന്നും കൂടെ പറഞ്ഞേ. കണ്ടീഷൻ അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ട്? 1, നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് ഏതെങ്കിലും ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്നായിരിക്കണം. ഓക്കെ. 2 പറയുന്നത് ആ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനം വെറും 3% വരെ ആവാൻ പാടുള്ളൂ. ടോട്ടൽ നമ്മുടെ ഇന്ത്യയിൽ ടോട്ടൽ ഇമ്പോർട്ടില്ലേ, ആ ടോട്ടൽ ഇമ്പോർട്ടിൻ്റെ വെറും 3% മാത്രമേ ആവാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യേണ്ട? അവരെന്ത് പേ ചെയ്യേണ്ട? നമ്മുടെ സേഫ് ഗാർഡ് ഡ്യൂട്ടി പേ ചെയ്യേണ്ട. ഓക്കെ. ആർട്ടിക്കിൾസ് ഒറിജിനേറ്റഡ് ഫ്രം എ ഡെവലപ്പിംഗ് കൺട്രി സോ ലോങ് ആസ് ദ ഷെയർ ഓഫ് ഇമ്പോർട്ട്സ് ഓഫ് ദാറ്റ് ആർട്ടിക്കിൾ ഫ്രം ദാറ്റ് കൺട്രി ഡസ് നോട്ട് എക്സീഡ് 3% ഓഫ് ദ ടോട്ടൽ ഇമ്പോർട്ട് ഓഫ് ദാറ്റ് ആർട്ടിക്കിൾ ഇൻറ്റു ഇന്ത്യ. ഓക്കെ അല്ലേ? ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ആർട്ടിക്കിൾ ഏതെങ്കിലും ഒരു ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഇമ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ടോട്ടൽ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ വെറും 3% അല്ലെങ്കിൽ ലെസ് ദാൻ 3% വരെ നമുക്കാവാം. നോട്ട് എക്സീഡിങ് 3% ഓഫ് ടോട്ടൽ ഇമ്പോർട്ട് ഓഫ് ദാറ്റ് ആർട്ടിക്കിൾ ഇൻറ്റു ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന അതേ ആർട്ടിക്കിളിൻ്റെ വെറും 3% മാത്രമാണെങ്കിൽ വേണ്ട. ഓക്കെ അല്ലേ? നിങ്ങൾ കൺഫ്യൂഷൻ വെക്കേണ്ട. നമ്മളെ കണക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഓക്കെ. ഇനി അടുത്ത പോയിന്റ് എന്താ നോക്കിയേ. നമ്മൾ നോക്കില്ലേടാ, ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണത്. ഓക്കെ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഡെവലപ്പിംഗ് കൺട്രീസ് ഏതൊക്കെയാണ്? ഡെവലപ്പിംഗ് കൺട്രീസ് പറയാമോ? ഏതൊക്കെയാണ് ഡെവലപ്പിംഗ് കൺട്രീസ് എന്ന്? അപ്പോൾ നമ്മൾ പറയും ഇന്ത്യ. ഓക്കെ, ഇന്ത്യ. പിന്നെ ഇങ്ങനെ ആലോചിക്കുക, ഇന്ത്യ കഴിഞ്ഞ് പിന്നെ ഏത് ഡെവലപ്പിംഗ് കൺട്രി? അപ്പോൾ പറയാം പാകിസ്ഥാൻ. ഓക്കെ, പാകിസ്ഥാൻ. അത് കഴിഞ്ഞ് ഇങ്ങനെ ആലോചിക്കുക അല്ലേ? അപ്പോൾ നമ്മൾ പറയുന്ന ഡെവലപ്പിംഗ് കൺട്രി അല്ല, നമ്മുടെ ഗവൺമെൻറ് ഒഫീഷ്യൽ ഗസറ്റിൽ നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഡെവലപ്പിംഗ് കൺട്രീസ്. നമ്മുടെ ഗവൺമെൻറ് ഇത് ഡെവലപ്പിംഗ് കൺട്രി ആണെന്ന് ഒഫീഷ്യൽ ഗസറ്റിൽ നോട്ടിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ഡെവലപ്പിംഗ് കൺട്രി. ഓക്കെ. ഡെവലപ്പിംഗ് കൺട്രി മീൻസ് കൺട്രി നോട്ടിഫൈഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ഓൺ ഒഫീഷ്യൽ ഗസറ്റ്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ നോക്കിയടാ, 3% മുകളിലാണെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സേഫ് ഗാർഡ് ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യാൻ പറ്റുമോ? 3% താഴെയാണെങ്കിൽ, അല്ലെങ്കിൽ 3% താഴെയാണെങ്കിൽ നമ്മുടെ സേഫ് ഗാർഡ് ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊവിഷൻ വെച്ചപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഒരു രാജ്യത്ത് നിന്ന് ഒരു ആർട്ടിക്കിൾ കൊണ്ടുവന്നാൽ 3%. അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള ബുദ്ധിമാനായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്ന് ഒരു 2.5 കൊണ്ടുവരും, വേറൊരു ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്ന് 2.5 കൊണ്ടുവരും, വേറെ ഏതെങ്കിലും ഒരു ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്ന് 2.5 കൊണ്ടുവരും. ഓക്കെ അല്ലേ? അങ്ങനെ മൊത്തം നോക്കുകയാണെങ്കിൽ 2, 4, 6, 7, 7.5% അവർ കൊണ്ടുവന്നു. 7.5% അവരെന്ത് ചെയ്തു? പുറത്തുനിന്ന് കൊണ്ടുവന്നു. നമ്മുടെ റൂൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് കൊണ്ടുവരുന്ന 3% ആവരുതെന്നല്ലേ പറഞ്ഞിട്ടുള്ള. ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് കൊണ്ടുവന്ന 3% അല്ല, 2.5%. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഈ സേഫ് ഗാർഡ് ഡ്യൂട്ടിയിൽ നിന്ന് രക്ഷപ്പെട്ടൂടെ? അപ്പം നമ്മുടെ ഗവൺമെൻറ് അത് കണ്ടുപിടിച്ചിട്ട് അതിന് പകരം കൊണ്ടുവന്നിരിക്കുന്ന ഒരു എക്സംഷൻ, അതിന് പകരം കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രൊവിഷനാണിത്.
അതായത് എന്താണെന്നറിയാമോടാ, അതായത് നമ്മൾ ഈ 3% താഴെ എന്ന് പറഞ്ഞില്ലേ, ആ 3% താഴെ എന്ന് പറഞ്ഞതിൻ്റെ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലാണെങ്കിൽ ആ 2.5 ഇതെല്ലാം കൂടെ കൂട്ടും. നമ്മൾ ഇവിടെ എന്താടാ 3% പറഞ്ഞിട്ടുണ്ട്. 3% മേലെയാണെങ്കിൽ എന്തായാലും നമ്മൾ സേഫ് ഗാർഡ് ഡ്യൂട്ടി മേടിക്കും. 3% താഴെയാണെങ്കിൽ നമ്മൾ മേടിക്കില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ആ ബാക്കിയുള്ള 3% താഴെയുള്ള ആ ടോട്ടലുകളെല്ലാം കൂടെ കൂട്ടും, ആ പെർസെൻറ്റേജ് എല്ലാം കൂടെ കൂട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളാണെങ്കിൽ 2.5 3 2.5 ഇല്ലേ, അത് 3 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 6 7 7.5 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ നോക്കും ആ 3.5 താഴെ ഉള്ളതിൻ്റെ ടോട്ടൽ ഒരു 9%, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ടോട്ടൽ 3%. ഇവിടെയാണെങ്കിലോ 9% വരെയാണെങ്കിൽ വേണ്ട, 9%-ൽ കൂടുതലാണെങ്കിൽ അവർ എന്ത് ചെയ്യണം? സേഫ് ഗാർഡ് ഡ്യൂട്ടി പേ ചെയ്യണം. മനസ്സിലായോടാ? മനസ്സിലായോ? ഒന്നും കൂടെ പറഞ്ഞേ. അതായത് ഏതെങ്കിലും ഒരു ഡെവലപ്പിംഗ് കൺട്രി നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ്, അതിന് 3% മുകളിലാണ് നമ്മുടെ ടോട്ടൽ ഇമ്പോർട്ടിനേക്കാളും, ആ ആർട്ടിക്കിൾ നമ്മുടെ ഇന്ത്യയുടെ ടോട്ടൽ ഇമ്പോർട്ടിനേക്കാളും 3% അതിനേക്കാളും മുകളിലാണെങ്കിൽ സേഫ് ഗാർഡ് ഡ്യൂട്ടി പേ ചെയ്യണം. അപ്പോൾ 3% മേലെയുള്ള നമ്മൾ സേഫ് ഗാർഡ് ഡ്യൂട്ടി പേ ചെയ്യേണ്ടി വരില്ല, 2.5. അപ്പോൾ ഇനി എന്താ നോക്കേണ്ട? ആ 2.5 കൂടെ കൂട്ടും. നമ്മൾ ഒരു രാജ്യത്ത് നിന്ന് 2.5 മേടിച്ചു, അടുത്ത രാജ്യത്ത് നിന്ന് 2.5 മേടിച്ചു, അടുത്തതിൽ നിന്ന് ഒരു 2 മേടിച്ചു, അടുത്തതിൽ നിന്ന് ഒരു 3 മേടിച്ചു. അപ്പോൾ നോക്കി 3 2 5, 2.5 5. അപ്പോൾ നമ്മൾ 10% മേടിച്ചു അല്ലേ? ടോട്ടൽ 10% അല്ലേ? അപ്പോൾ നമ്മൾ നോക്കും ടോട്ടൽ പെർസെൻറ്റേജ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ 9 എക്സീഡ് ചെയ്യുന്നുണ്ടോന്ന്. 9 എക്സീഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഓരോരുത്തരും എന്ത് സേഫ് ഗാർഡ് ഡ്യൂട്ടി പേ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മൾ ഇവിടെ സേഫ് ഗാർഡ് ഡ്യൂട്ടി പേ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഇവിടെ സേഫ് ഗാർഡ് ഡ്യൂട്ടി പേ ചെയ്യേണ്ടി വരും. ഇവിടെ രണ്ടിടത്തും പേ ചെയ്യേണ്ടി വന്നില്ലെങ്കിൽ അവൻ ജെനുവിനാണ്. കള്ളത്തരം കാണിക്കാൻ വേണ്ടിയിട്ടല്ല ഓരോ ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്ന് സാധനം മേടിച്ചതെന്ന് നമുക്ക് മനസ്സിലാവും. പ്രശ്നമില്ലല്ലോ. ഏതാ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവരും ഈ സാധനങ്ങളൊന്ന് തിരിച്ചൊന്ന് റിവൈൻഡ് ചെയ്തേ, ഒന്ന് സമ്മപ്പ് ചെയ്ത് നോക്കിയില്ലേ? മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഒന്നും കൂടി കാണുക. ഇനിയും കത്തിയില്ലെങ്കിൽ കുഴപ്പമില്ല, വിട്ടേരടാ. ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. അത് നോക്കി 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് ആ 3 ക്വസ്റ്റ്യൻസും ചെയ്യാം. ഓക്കെ, ഡിറ്റർമിൻ ദ സേഫ് ഗാർഡ് ഡ്യൂട്ടി പേബിൾ ബൈ എക്സ് ലിമിറ്റഡ്. ഓക്കെ, അണ്ടർ സെക്ഷൻ 8B സേഫ് ഗാർഡ് ഡ്യൂട്ടി വരുന്നത് നമുക്കറിയാം. ഓഫ് കസ്റ്റംസ് ടാരിഫ് ആക്ട് 1975 ഫ്രം ദ ഫോളോയിങ്. താഴെ പറയുന്നതാണ് ഡീറ്റെയിൽസ്. ഓക്കെ, എക്സ് ലിമിറ്റഡ് ഇമ്പോർട്ടഡ് സോഡിയം നൈട്രേറ്റ് ഫ്രം എ ഡെവലപ്പിംഗ് കൺട്രി. ഓക്കെ, ഡെവലപ്പിംഗ് കൺട്രി എന്നാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കും ഡെവലപ്പിംഗ് കൺട്രി എന്നാണെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തു നിന്നാണെങ്കിൽ 3% നമ്മൾ നോക്കും. ഓക്കെ, അപ്പോൾ 2-3 രാജ്യങ്ങളുണ്ട്, അതെല്ലാം 3.5 താഴെയാണെങ്കിൽ അതെല്ലാം കൂടെ നമ്മൾ കൂട്ടിയിട്ട് 9% നോക്കും. ഓക്കെ, നമുക്ക് നോക്കാം. ഡെവലപ്പിംഗ് കൺട്രി ഫ്രം 26 ഫെബ്രുവരി 2015 ആൻഡ് 25 ഫെബ്രുവരി 2016. ഓക്കെ, ഒരു വർഷം മൊത്തം ഒരു സാധനം കൊണ്ടുവന്നു. ബോത്ത് ഡേറ്റ്സ് ഇൻക്ലൂസീവ് ഓഫ് 50 crores. ഓക്കെ, 50 കോടി രൂപയുടെ സാധനമാണ് കൊണ്ടുവന്നത്. എത്ര? 50 കോടി രൂപ. ഓക്കെ, ടോട്ടൽ ഇമ്പോർട്ട് ഓഫ് സോഡിയം നൈട്രേറ്റ് ഇൻക്ലൂഡിംഗ് ഡെവലപ്പിംഗ് കൺട്രീസ് ഈസ് 2,500 crores. അതായത് ടോട്ടൽ എത്രയാണ്? 2,500 crores ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് തന്നെ നമുക്ക് വേണമെങ്കിൽ സാധനം കണ്ടുപിടിക്കാം. അതായത് ടോട്ടൽ 2,500 കോടി, നമ്മൾ കൊണ്ടുവന്ന എത്ര? വെറും 50 കോടി. അപ്പോൾ നോക്കണം നമ്മുടെ 50 കോടി ഈ 2,500-ൻ്റെ 3% ആണോ അല്ലേ നോക്കണം. ഫസ്റ്റ് നമുക്ക് നോക്കാം. 2000 നമ്മുടെ എത്രയാണ്? 50 കോടി. 50 ഡിവൈഡ് ബൈ 2,500-ൻ്റെ പെർസെൻറ്റേജ് എത്ര വരും? 2% വരും. അപ്പോൾ നമുക്ക് എഴുതാം ആൻസറിൽ. ഓക്കെ, ബാക്കി ക്വസ്റ്റ്യൻ കൂടെ വായിച്ചു നോക്കാം. നോട്ട് സേഫ് ഗാർഡ് ഡ്യൂട്ടി എന്ന് പറയുന്നത് 30% ആണ്. ഓക്കെ, വെദർ യുവർ ആൻസർ ഈസ് ഡിഫറെൻറ്റ് ഇൻ ദ, അത് നമുക്ക് പിന്നെ വായിക്കും. ഓക്കെ, ഇവിടെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞോളൂ സേഫ് ഗാർഡ് ഡ്യൂട്ടി ഉണ്ടോ ഇല്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും? അതായത് സേഫ് ഗാർഡ് ഡ്യൂട്ടി നമ്മൾ മേടിക്കുന്നത് എത്ര? ടോട്ടൽ ഇമ്പോർട്ടിൻ്റെ മിനിമം 3%-ന് മുകളിൽ പറയണം. ഇവിടെയാണെങ്കിലോ ടോട്ടൽ ഇമ്പോർട്ടിൻ്റെ വെറും 2% ആയിട്ടുള്ള 50 crores മാത്രമേ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ? ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ സേഫ് ഗാർഡ് ഡ്യൂട്ടി ഈസ് ഈക്വൽ ടു നിൽ. സേഫ് ഗാർഡ് ഡ്യൂട്ടി ഇല്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കി. വെദർ യുവർ ആൻസർ ഈസ് ഡിഫറെൻറ്റ് ഇൻ ദ കേസ് ഓഫ് ഇമ്പോർട്ട് ഓഫ് സോഡിയം നൈട്രേറ്റ് ഫ്രം എ ഡെവലപ്പിംഗ് കൺട്രി ഈസ് 80 crores. 80 crore ആണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നെങ്കിലോ? അപ്പോൾ നമ്മൾ നോക്കും എങ്ങനെ? 80 ഡിവൈഡ് ബൈ 2,500-ൻ്റെ പെർസെൻറ്റേജ് 3.2% വന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ 3.2% വന്നില്ലേ? നമ്മളോട് റൂൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 3 വരെ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ? സേഫ് ഗാർഡ് ഡ്യൂട്ടിന്ന് എക്സംഷൻ കൊടുക്കത്തുള്ളൂ. ഇവിടെ 3.2 അല്ലേ? 3.2 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സേഫ് ഗാർഡ് ഡ്യൂട്ടി പേ ചെയ്യേണ്ടി വരും. നോക്കിയേ, ഇൻ ദ ഗിവൺ സിറ്റുവേഷൻ സേഫ് ഗാർഡ് ഡ്യൂട്ടി വിൽ ബി വേൾഡ്. ഓക്കെ, സേഫ് ഗാർഡ് ഡ്യൂട്ടി ഈസ് ഈക്വൽ ടു 24 crores. ആ 24 എങ്ങനെയാണെന്ന് നോക്കി. ടോട്ടൽ ഇവർ ഇമ്പോർട്ട് ചെയ്യുന്നത് 80 crore ആണ്. ആ 80 എന്ന് പറയുന്നത് നമ്മൾ നോക്കുക ആദ്യമേ 3-യേക്കാൾ മേലെയാണോ? അപ്പോൾ 3-യേക്കാൾ മേലെയാണ്, 3.2 ആണ്. അങ്ങനെയാണെങ്കിൽ ആ 80 crores-ന് 30% സേഫ് ഗാർഡ് ഡ്യൂട്ടി നമ്മൾ പേ ചെയ്യേണ്ടി വരും. 80 crores-ന് 30% നമ്മൾ സേഫ് ഗാർഡ് ഡ്യൂട്ടി പേ ചെയ്യേണ്ടി വരും. നോക്കിയേ, സിൻസ് ഇമ്പോർട്ട് ഫ്രം ഡെവലപ്പിംഗ് കൺട്രി എക്സീഡ്സ് 3%, ദാറ്റ് ഈസ് 3.2%. ഓക്കെ അല്ലേ? 3% അല്ല, 3.2 ആയതുകൊണ്ട് നമ്മൾ സേഫ് ഗാർഡ് ഡ്യൂട്ടി 30% പേ ചെയ്യേണ്ടി വരും. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇനി അടുത്ത 2 എണ്ണം കുറച്ച് നല്ല ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആ 2 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നോക്കിയേ, എക്സാമ്പിൾ 5. ഡിറ്റർമിൻ ദ സേഫ് ഗാർഡ് ഡ്യൂട്ടി പേബിൾ ബൈ എക്സ് ലിമിറ്റഡ്, വൈ ലിമിറ്റഡ്, ഇസഡ് ലിമിറ്റഡ് ആൻഡ് എ ലിമിറ്റഡ്.
XYZA ഈ 4 ആൾക്കാരുടെയും എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും എയുടെ സേഫ് ഗാർഡ് ഡ്യൂട്ടി നമ്മൾ കണ്ടുപിടിക്കണം. അണ്ടർ സെക്ഷൻ 8A 8B എന്ന് പറഞ്ഞില്ലെങ്കിൽ നമുക്കറിയാം സേഫ് ഗാർഡ് ഡ്യൂട്ടിയുടെ സെക്ഷൻ 8B ആണെന്ന് ആ കസ്റ്റംസ് ടാരിഫ് ആക്ട് 1975 ഫോളോയിങ് ആണ് ഇൻഫർമേഷൻസ്. ഓക്കെ. ഇമ്പോർട്ട് ഓഫ് സോഡിയം നൈട്രേറ്റ് ഫ്രം ഡെവലപ്പിംഗ് കൺട്രി ആൻഡ് ഡെവലപ്ഡ് കൺട്രീസ് ഫ്രം 26th February and 25th to 25th February 2060. ബോത്ത് ഡേറ്റ് ഓഫ് ഇൻക്ലൂഡിംഗ് ദ ഫോളോസ്. താഴെയുള്ള ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. എക്സ് ലിമിറ്റഡ്, വൈ ലിമിറ്റഡ്, ZA അതേഴ്സ്. ഓക്കെ, XYZA അതേഴ്സ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. നമ്മളോട് ക്വസ്റ്റ്യൻ എന്താണോ ചോദിച്ചിരിക്കുന്നത് അതിന് മാത്രം നമ്മൾ ആൻസർ കൊടുത്താൽ മതി. ഓക്കെ. കൺട്രി ഓഫ് ഇമ്പോർട്ട്: ഡെവലപ്പിംഗ് കൺട്രി, ഡെവലപ്പിംഗ് കൺട്രി, ഡെവലപ്പിംഗ് കൺട്രി, ഡെവലപ്പിംഗ് കൺട്രി, ഡെവലപ്ഡ് കൺട്രീസ്. അപ്പോൾ അതേഴ്സ് എന്ന് പറഞ്ഞ കാറ്റഗറി ഡെവലപ്ഡ് കൺട്രീസിലാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ വെച്ച് തന്നെ നിങ്ങളൊന്ന് റൂൾ ഒന്ന് ആലോചിക്കേ. നമുക്കറിയാവുന്ന കാര്യം, ഏതെങ്കിലും ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്നാണെങ്കിൽ ആദ്യത്തെ 2 പ്രൊവിഷൻ ആപ്ലിക്കബിൾ. ഓക്കെ. ഇനി മൂന്നാമത്തെ കാര്യം എന്താ പറഞ്ഞിരിക്കുന്നത്? സ്പെഷ്യൽ എക്കണോമിക് സോണ് അല്ലെങ്കിൽ ഫ്രീ ട്രേഡ് സോണ്, അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ പറഞ്ഞിരിക്കുന്നത്. 100% എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സ്. അപ്പോൾ ഇവിടെ അതൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസിന് നമ്മൾ എന്ത് പേ ചെയ്യേണ്ടി വരും? സേഫ് ഗാർഡ് ഡ്യൂട്ടി പേ ചെയ്യേണ്ടി വരും. പക്ഷേ ചോദിച്ചിരിക്കുന്ന ആരുടെ മാത്രം കണ്ടുപിടിക്കാനാണ്? എക്സിൻ്റെയും വൈൻ്റെയും ഇസഡിൻ്റെയും എയുടെയും. അതേഴ്സിൻ്റെ ഡെവലപ്ഡ് കൺട്രീസിൽ നിന്നാണ് അതിൻ്റെ സേഫ് ഗാർഡ് ഡ്യൂട്ടി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെ എയുടെയും മാത്രം. അപ്പോൾ അത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യമേ എന്ത് നോക്കാം? ടോട്ടലിൻ്റെ 3% ആണോ അല്ലേ നോക്കാം, അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. അതാ നോക്കി, 70. ഇവിടെ 70 അല്ലേ? ടോട്ടൽ എത്ര? 2500 ഡിവൈഡ് ബൈ 2500ൻ്റെ പെർസെൻറ്റേജ് എത്ര? 2.8 ആണ് വന്നത്. അപ്പോൾ ഇവന് ഫസ്റ്റ് പ്രൊവിഷനിലല്ല. അപ്പോൾ നമ്മൾ 2.8 ഇവിടെ മാറ്റി എഴുതി വെച്ചു. ഓക്കെ. രണ്ടാമത്തവന് 72 ഡിവൈഡ് ബൈ 2500 എത്ര വന്നു? 2.88. അപ്പോൾ അവനുമല്ല, നമ്മളിവിടെ എഴുതിയിട്ടു. ഓക്കെ. ഇനി മൂന്നാമത്തിന് എത്രയാണ്? 52 ഡിവൈഡ് ബൈ 2500 പെർസെൻറ്റേജ് എത്ര? 2.08. അപ്പോൾ അവനും ഇല്ല. ഇനി അടുത്തവന് 50 ഡിവൈഡ് ബൈ 2500 എത്ര വന്നു? അവനും 2. അപ്പോൾ അവനും ഇല്ല. ഓക്കെ അല്ലേ? അവനും ഇല്ല. ഓക്കെ അല്ലേ? പ്രശ്നമില്ലല്ലോ. അപ്പോൾ നോക്കിയടാ, ഈ ഇത്രയും പേരുടെ മാത്രം കൂട്ടിയാൽ മതി. ഈ ഡെവലപ്ഡ് കൺട്രിയുടെ എഴുതണോ? വേണ്ട. കാരണം ഡെവലപ്ഡ് കൺട്രിക്ക് നമ്മൾ ഓൾറെഡി എന്ത് പേ ചെയ്യേണ്ടി വരും? ഓട്ടോമാറ്റിക്കലി ഈ 2000 നമ്മുടെ സേഫ് ഗാർഡ് ഡ്യൂട്ടി പേ ചെയ്യേണ്ടി വരും. അപ്പോൾ ഡെവലപ്ഡ് കൺട്രിയുടെ നമ്മളിവിടെ മാറ്റിയാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ നോക്കുമ്പോൾ 3% നോക്കുന്ന ഡെവലപ്ഡ് കൺട്രിയുടെ നോക്കണോടാ? വേണ്ട. കാരണം ഡെവലപ്പിംഗ് കൺട്രി ആണെങ്കിൽ മാത്രം 3% താഴെയാണോ അല്ലേ നോക്കിയാൽ പോരെ. ഡെവലപ്ഡ് കൺട്രി ആണെങ്കിൽ അവൻ എന്തായാലും പേ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ 3% നോക്കേണ്ട കാര്യമില്ല. ഓക്കെ അല്ലേടാ? പ്രശ്നമില്ലല്ലോ. അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ എല്ലാം 3ന് താഴെയാണ്. അങ്ങനെയാണെങ്കിൽ ആ 3ന് താഴെ എല്ലാം കൂടെ കൂട്ടും. അത് 9ന് മേലെയാണോ അല്ലേ നോക്കും, അല്ലേ? നമുക്ക് 3ന് താഴെയുള്ള എല്ലാം കൂടെ കൂട്ടാം. 2.8, 2.88, 2.08, 2 അല്ലേ? ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 9.76 എന്ന് വന്നു. നമുക്ക് എവിടം വരെ വരാൻ പറ്റൂ? 9 വരെ വരാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ഇവന്മാർ എന്ത് പേ ചെയ്യണം? സേഫ് ഗാർഡ് ഡ്യൂട്ടി പേ ചെയ്യേണ്ടി വരും. എന്ത് പേ ചെയ്യേണ്ടി വരും? സേഫ് ഗാർഡ് ഡ്യൂട്ടി പേ ചെയ്യേണ്ടി വരും. ഓരോരുത്തരും, അതായത് 70 ക്രൂസിൻ്റെ എത്ര പെർസെൻറ്റേജ്? ഇവിടെ സേഫ് ഗാർഡ് ഡ്യൂട്ടിയുടെ പെർസെൻറ്റേജ് 30% എന്ന് പറഞ്ഞിട്ടുള്ളൂ. 70 ക്രൂസിന് 30%, 72 ക്രൂസിന് 30%, 52 ക്രൂസിന് 30%, അതുപോലെ 50 ക്രൂസിന് 30%. കണ്ടോ? 70ക്കും 72, 52 അതുപോലെ 50ക്കും ഓരോന്നിനും എത്ര പെർസെൻറ്റേജ്? 30% വെച്ചിട്ട് ഈ എമൗണ്ട് പേ ചെയ്യേണ്ടി വരും. ഓക്കെ അല്ലേ? വേണമെങ്കിൽ നമുക്ക് താഴെ ഒരു നോട്ട് എഴുതാം. ഇവിടെ ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്ന ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ കാര്യം മാത്രം പറഞ്ഞിട്ടുള്ളൂ. ഡെവലപ്പിംഗ് കൺട്രിയിലെ എക്സിൻ്റെയും വൈയുടെ ഇസഡിൻ്റെ എയുടെയും കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതേഴ്സ് എന്ന് പറയുന്ന ഡെവലപ്ഡ് കൺട്രീസിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ല. ഇനി അല്ലെങ്കിൽ തന്നെ നമുക്ക് പറയാം, ഡെവലപ്ഡ് കൺട്രീസിൽ നിന്നാണെങ്കിൽ ഈ പ്രൊവിഷൻസ് ഒന്നും ആപ്ലിക്കബിൾ അല്ല, അവർക്ക് നേരിട്ട് സേഫ് ഗാർഡ് ഡ്യൂട്ടി നമുക്ക് ഇമ്പോസ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു 30% വേണമെങ്കിൽ എഴുതിയൊക്കെ വെക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മാത്രം നമ്മൾ ഉത്തരം എഴുതത്തേ ഉള്ളൂ. പ്രശ്നമില്ലല്ലോ, സിമ്പിൾ കാര്യമല്ലേ? അപ്പോൾ എന്താണടാ? ഡെവലപ്പിംഗ് കൺട്രി ആണെങ്കിൽ ഇൻഡിവിജ്വലി 3%-ന് താഴെയാണോ അല്ലെങ്കിൽ 3% താഴെയാണോ നോക്കും, അല്ലേ? അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 3%-ന് താഴെയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഇൻഡിവിജ്വലി സാറ്റിസ്ഫൈ ചെയ്യാത്ത ആൾക്കാരെല്ലാം കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ ടോട്ടൽ 9%-ന് താഴെയാണോ നോക്കും. 9%-ന് മുകളിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഓരോരുത്തർക്കും സേഫ് ഗാർഡ് ഡ്യൂട്ടി പേ ചെയ്യേണ്ടി വരും. സെയിം ഒരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ചെയ്തു നോക്കുക. ഞാൻ ചെയ്യണ്ടല്ലോ, എൻ്റെ തൊണ്ടയൊക്കെ അടിച്ചു പോയി. നിങ്ങൾ ചെയ്തു നോക്കുക. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി നമ്മുടെ ടെക്സ്റ്റിൻ്റെ ബാക്കിൽ ഇതാ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ കൊടുത്തിട്ടുണ്ട്, എക്സാമ്പിൾ 7 എന്ന് വെച്ചിട്ട്. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഇതിനകത്തുള്ളത്. നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ പറ്റുന്നതേ ഉള്ളൂ, പ്രശ്നമൊന്നുമില്ല. ഓക്കെ അല്ലേ? അവിടെ നമുക്ക് ഈ ചാപ്റ്റർ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യാം. ഇതാ ഒരു കാര്യം കൂടെ പറയട്ടെ. ഞാൻ പറഞ്ഞില്ലേ എക്സ്പോർട്ട് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്ന ഷെഡ്യൂൾ 2-ലാണെന്ന് പറഞ്ഞിട്ടില്ലേ? ആ ഷെഡ്യൂൾ 2-ൽ താണ്ടോ എക്സ്പോർട്ട് ഡ്യൂട്ടി ഓരോന്നിൻ്റെയും പെർസെൻറ്റേജ് ഒക്കെ പറഞ്ഞിട്ടുള്ളത്. ഓയിൽ റൈസ് ബ്രാൻഡിനൊക്കെ ആണെങ്കിൽ 10%, അതുപോലെ നമ്മുടെ ലഗേജ് ലെതേഴ്സിനാണെങ്കിൽ 25%, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കി വെച്ചിരുന്നാൽ മാത്രം മതി. ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വാല്യുവേഷൻ അണ്ടർ കസ്റ്റംസ് പഠിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ
നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ താഴെ ഒരു കമൻറ്റ് ഇടുക. നിങ്ങൾക്ക് മനസ്സിലായെന്നോ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നോ, ഡൗട്ട് ഉണ്ടെന്നോ, മനസ്സിലായില്ലെന്നോ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.